നമ്മൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് പേജ് 128 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിനകത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് പോളിനോമിയൽസ് പി ഓഫ് എക്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ബിലോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് പി ഓഫ് 1 = 1 ആൻഡ് പി ഓഫ് 2 = 3. അതായത് പി ഓഫ് 1 1ഉം പി ഓഫ് 2 3യുമായ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കുക. നമുക്ക് പി ഓഫ് 1 = 1ഉം പി ഓഫ് 2 = 3യും ആയ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണ്? പി ഓഫ് എക്സ് ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി ആണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി ആണ്. അതുകൊണ്ട് ഞാനിത് പി ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി എന്നെടുത്തു. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് 1 കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1, എ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എക്സ് എന്നാണ്. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ബി, അതായത് പി ഓഫ് 1 എന്ത് വരും? എ ഇൻറ്റു 1 എ ആണ്, എ പ്ലസ് ബി. പി ഓഫ് 1 എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി = 1. ഇത് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ നമുക്ക് പി ഓഫ് 2 എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പി ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ആണല്ലോ. അപ്പോൾ ഇവിടെ പി ഓഫ് 2 എന്ത് വരും? എ ഇൻറ്റു 2 പ്ലസ് ബി. അപ്പോൾ ഇതെന്ത് വരും? എ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2a പ്ലസ് ബി ആണ്. അതായത് ഇവിടെ പി ഓഫ് 2 എന്ത് കിട്ടി? 2a പ്ലസ് ബി എന്ന് കിട്ടി. അപ്പോൾ 2a പ്ലസ് ബി എത്രയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്? 3. ഇത് ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് വരും? 2a പ്ലസ് ബി = 3 മൈനസ് എ പ്ലസ് ബി = 1. 2aയിൽ നിന്ന് വെറും എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു എ എന്നാണ്. 2aയിൽ നിന്ന് ഒരു എ കുറച്ചാൽ എത്രയാ? 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 1, ഒരു എ പ്ലസ് ബി മൈനസ് ബി 0 ആവും, = 3 മൈനസ് 1 2. അതായത് 1a എന്ന് പറഞ്ഞാൽ എ ആണ്, എ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, എ 2 എന്ന് കിട്ടി. ഇനി ബി കണ്ടുപിടിക്കാൻ ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് എയുടെ വില കൊടുത്താൽ മതി. ഒന്നാമത്തെ ഇക്വേഷനിൽ ഞാൻ എയ്ക്ക് ഏത് വില കൊടുക്കുന്നു? 2 എന്ന വില കൊടുക്കുന്നു. അപ്പോൾ എന്ത്? പുട്ട് എ = 2 ഇൻ ഇക്വേഷൻ 1. ഇതല്ലേ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ 1 എ പ്ലസ് ബി = 1 ആണ്. അപ്പോൾ എയ്ക്ക് 2 കൊടുത്താൽ 2 പ്ലസ് ബി = 1. അപ്പോൾ ബി എന്ത് വരും? 1 പ്ലസ് 2 സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് 2 ആവും? -2. 1 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നു. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണെന്നാണ് പറഞ്ഞത്? എ എക്സ് പ്ലസ് ബി അല്ലേ. അതല്ലേ നമ്മൾ പി ഓഫ് എക്സ് = എ എക്സ് പ്ലസ് ബി എടുത്തത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ എ എക്സ് പ്ലസ് ബിയിൽ നമുക്ക് എ 2 എന്നും കിട്ടി, ബി -1 എന്നും കിട്ടി. ഇതിലപ്പോൾ എയുടെ വില 2 കൊടുത്താൽ എന്ത് വരും? 2x പ്ലസ് ബി എന്താണ്? -1. അപ്പോൾ 2 പ്ലസും മൈനസും വന്നാൽ മൈനസ് ആവുമല്ലോ. അപ്പോൾ 2x - 1. അപ്പോൾ ഏതാണ്? പി ഓഫ് 1 = 1 എന്നും പി ഓഫ് 2 = 3 എന്നും ശരിയാകുന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏതാണ്? 2x - 1. രണ്ടാമത്തെ കണക്ക്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് പി ഓഫ് 1 = -1 ആൻഡ് പി ഓഫ് -2 = 3. പി ഓഫ് 1 -1ഉം പി ഓഫ് -2 3യുമായിട്ട് വരുന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പൊതുവായ രൂപം അല്ലെങ്കിൽ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് = എ എക്സ് പ്ലസ് ബി എന്ന് എടുക്കുന്നു. ഇവിടെ പി ഓഫ് 1 -1ഉം പി ഓഫ്
-2 3യുമായിട്ടുള്ള ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് P(x) ആണല്ലോ. P(x) ax + b ആണ്. അപ്പോൾ നമുക്കിവിടെ P(1) എന്ത് വരുമെന്ന് നോക്കാം. P(1) = അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 1. ax എന്ന് പറഞ്ഞാൽ a × x ആണ്. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ a × 1 + b. അതായത് a × 1 എന്ന് പറഞ്ഞാൽ a + b ആണ് P(1). a + b എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? -1 അല്ലേ? P(1) -1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് a + b = -1. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. പിന്നെ P(-2) 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ P(-2) ആദ്യം കണ്ടുപിടിക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് -2 കൊടുക്കുക + b. a × -2 വ്യത്യസ്ത ചിഹ്നങ്ങൾ ഗുണിക്കുന്നു. ചിഹ്നം മൈനസ്. a × 2 2a. അപ്പോൾ P(-2) എന്ന് പറഞ്ഞാൽ എന്താണ്? -2a + b. ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. -2a + b = 3. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? -2a + b = 3. ഇതാണ് ഇക്വേഷൻ 2. അതിനകത്ത് നമ്മൾ മൈനസ് ചെയ്യുന്നത് എന്താണ്? a + b = -1. എന്ത് വരും? ഇവിടെ നോക്കിക്കേ, -2aയിൽ നിന്ന് a കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? -2a - a ഇങ്ങനെയല്ലേ വരുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ 2a മൈനസുമാണ്, a മൈനസ് അല്ല, a പോസിറ്റീവാണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ കുറയ്ക്കുമ്പോൾ സങ്കലന വിപരീതം അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് കൂട്ടുക എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെന്ത് വരും? -2aയിൽ നിന്ന് a ആണ് കുറയ്ക്കുന്നത്. ആ കുറയ്ക്കുക എന്നുള്ള ചിഹ്നമാണിത്, അല്ലാതെ എയുടെ മൈനസ് ചിഹ്നമല്ല. -2a കുറയ്ക്കുക എന്നുള്ളത് കൂട്ടുക എന്നാക്കണം. പിന്നെ ഈ എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? സങ്കലന വിപരീതം എന്താണ്? ഇത് +a ആണ്. അപ്പോൾ അതിൻ്റെ സങ്കലന വിപരീതം അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -a വരും. അപ്പോൾ എന്ത് വരും? -2aയും -aയും കൂട്ടിയാൽ 2aയും 1aയും കൂട്ടിയാൽ എത്രയാണ്? 3a, ചിഹ്നം മൈനസ്. കുറയ്ക്കുന്ന മനസ്സിലായല്ലോ. ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? -2aയിൽ നിന്ന് a കുറയ്ക്കുക, മൈനസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് കുറയ്ക്കുന്നത്. അപ്പോൾ എന്ത് വേണം? പിന്നെ -2aയിൽ നിന്ന് 2aയുടെ കൂടെ കൂട്ടണം. എന്ത്? എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. a പോസിറ്റീവാണ്. അപ്പോൾ എയുടെ അഡിറ്റീവ് ഇൻവേഴ്സും -a വരും. അഡിറ്റീവ് ഇൻവേഴ്സ് അഥവാ സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ എന്താണ്? 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -2. അതേപോലെ -3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലാതെ സങ്കലന വിപരീതം എന്താണ്? +3. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? -3a + b - b എന്തായി? 0 ആയി. ഇനി 3യിൽ നിന്ന് ഏതാണ് നമുക്ക് കുറയ്ക്കേണ്ടത്? -1 അല്ലേ ഇതിൻ്റെ അർത്ഥം? 3യിൽ നിന്ന് മൈനസ് ചെയ്യണേത്? -1. ഇതെന്ത് വരും? ഇതും വ്യത്യസ്ത ചിഹ്നം. നമ്മൾ പറയാറുണ്ട് 2 മൈനസ് അടുത്ത് വന്നാൽ എന്താകും? പ്ലസ് ആകും. അപ്പോൾ 3 + 1 4 എന്ന്. ഇതെങ്ങനെയാണ് 4 ആയതെന്നോ? അതായത് 3യിൽ നിന്ന് -1 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളല്ലേ കുറയ്ക്കുന്നത്? ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത ചിഹ്നങ്ങൾ കുറയ്ക്കുമ്പോൾ സങ്കലന വിപരീതം കൊണ്ട് കൂട്ടണം. അപ്പം ഇവിടെ മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. -1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അഥവാ സങ്കലന വിപരീതം +1. അങ്ങനെയാണ് ശരിക്കും 4 ആകുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? -3a = 4. അപ്പോൾ a = എന്ത് വരും? 4/. ഇവിടെ -3a എന്ന് പറഞ്ഞാൽ -3 × a എന്നാണ് അർത്ഥം. -3 × a = 4 ആണ്. അപ്പോൾ a = 4/. ഈ ഗുണിക്കണം അല്ലേ ഉള്ളത്. അപ്പോൾ ഈ -3 സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് -3 ആവും? ഹരിക്കണം -3 ആയിരിക്കും. അപ്പോൾ a സമം എന്ത് വരും? 4/-3
ഇവിടെ ഒരു സ്ഥലത്തേ മൈനസ് ഉള്ളൂ, ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ മൊത്തത്തിലുള്ള ചിഹ്നം എന്തായിരിക്കും? മൈനസ് അല്ലേ. ഗുണിക്കുന്നത് പോലെ തന്നെയാണ് ഹരിക്കുന്നതിനും. വ്യത്യസ്ത ചിഹ്നങ്ങൾ ഹരിക്കുമ്പോൾ നെഗറ്റീവും ഒരേ ചിഹ്നങ്ങൾ ഹരിക്കുമ്പോൾ പോസിറ്റീവുമാണ്. അപ്പോൾ a സമം -4/3. ഈ എയുടെ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ബിയും കിട്ടും. ഈ a + b = -1 എന്ന ഫസ്റ്റ് ഇക്വേഷനിൽ എയുടെ വില കൊടുത്താൽ എന്ത് വരും? a സമം നമുക്ക് -4/3 അല്ലേ കിട്ടിയത്. -4/3 + b = -1. അപ്പോൾ b = -1. -4/3 സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് 4/3 ആവും? +4/3 ആവും അല്ലേ. -1 + 4/3 എന്ത് വരും? -1 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയും നമുക്ക് ബൈ 1 ഇട്ട് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഫ്രാക്ഷനായി അല്ലേ, രണ്ടും ഭിന്നസംഖ്യ. ഇത് രണ്ടും ഭിന്നസംഖ്യാ രൂപത്തിൽ ഫ്രാക്ഷണൽ ഫോമിലായി. ഇതിൻ്റെ ഛേദം ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ എങ്ങനെ കൂട്ടും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് വരും? -1 × 3 പ്ലസ് പിന്നെ ഇത് 4 × 1 ബൈ 1 × 3. അപ്പോൾ ഇതെന്ത് വരും? -1 × 3 എന്ന് പറഞ്ഞാൽ -3 വ്യത്യസ്ത ചിഹ്നമല്ലേ ഗുണിച്ചത്, പ്ലസ് 4 × 1 എന്ന് പറഞ്ഞാൽ 4 ബൈ 3 എന്ത് വരും? -3 + 4 വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുന്നു. വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എന്ത് വരും? 1/3. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? a സമം -4/3, b സമം 1/3. അപ്പം നമ്മൾ ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ax + b എന്നല്ലേ എടുത്തത്. അപ്പോൾ എയുടെ സ്ഥാനത്ത് -4/3 കൊടുത്താൽ എന്ത് വരും? -4/3x + 1/3. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് p(0) = 0, p(1) = 2 ആൻഡ് p(2) = 6. അതായത് p(0) 0ഉം p(1) 2ഉം p(2) 6ഉമായ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണ്? ax² + bx + c ആണ്. അപ്പം നമുക്കിതിനെ എന്തായിട്ട് എടുക്കാം? p(x) = ax² + bx + c. നമുക്കിവിടെ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? p(0) 0 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ p(1) 2 ആണ്, p(2) 6 ആണ്. അപ്പോൾ നമുക്ക് p(x) കിട്ടി. p(0)യും p(1)ഉം p(2)ഉം കണ്ടുപിടിക്കാം. ഇവിടെ p(0) സമം എന്ത് വരും? x ഉള്ളിടത്തൊക്കെ 0 കൊടുക്കുക. അപ്പോൾ a × 0² + b × 0 + c ആണല്ലോ. a × 0² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 0 ആയിപ്പോയില്ലേ. ഏത് സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 അല്ലേ. അപ്പോൾ 0 + b × 0 അതും 0 ആണ് + c. അതായത് c. p(0) സമം എന്താണ്? p(0) നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട്? 0 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ c എന്താണ്? c സമം എന്താണ് എഴുതുക? 0 എന്നെഴുതാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? p(1) = 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ p(1) എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 1 കൊടുക്കുക. a × 1² + b × 1 + c = 2 അല്ലേ. p(1) 2 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ a × 1² 1² എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ a × 1 + b + c എന്താണെന്ന് നമുക്ക് ആദ്യത്തെ ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടി. 0 = 2. a × 1 എന്ന് പറഞ്ഞാൽ a + b = 2. ഇത് ഇക്വേഷൻ നമ്പർ എന്താണെന്ന് കൊടുക്കുക? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് p(2) ആണ്. അത് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2 കൊടുത്താൽ എന്ത് വരും? a × 2² + b × 2 + c = 6 എന്ന് തന്നിട്ടുണ്ട്.
എ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 2 ഇൻറ്റു 2 4 പ്ലസ് ബി ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും 2b പ്ലസ് സി 0 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4a പ്ലസ് 2b ഈക്വൽ ടു 6. ഈ ഇക്വേഷൻ 4a പ്ലസ് 2b ഈക്വൽ ടു 6. ആദ്യം കിട്ടിയ ഇക്വേഷൻ a പ്ലസ് ബി ഈക്വൽ ടു 2. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ a പ്ലസ് ബി ഈക്വൽ ടു 2 എന്നും രണ്ടാമത്തെ ഇക്വേഷൻ 4a പ്ലസ് 2b ഈക്വൽ ടു 6 എന്നുമാണ് കിട്ടിയത്. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ ഒന്നുകിൽ ഈ രണ്ട് ഇക്വേഷനും കൂടി കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക ചെയ്തിട്ട് ഏതെങ്കിലും എയോ ബിയോ 0 ആക്കും. എന്നിട്ട് പിന്നെ ഇപ്പം ബി ആണ് 0 ആക്കുന്നതെങ്കിൽ എയുടെ വില കണ്ടുപിടിക്കും. എന്നിട്ട് ആ എയുടെ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ടാണ് ബിയും കണ്ടുപിടിക്കുന്നത്. ഇതുവരെയും ചെയ്തത് കണ്ടല്ലോ. അപ്പോൾ ആ ചെയ്തതിലൊക്കെ നമുക്ക് ബി ഒരേപോലെയാണ് വന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കുറയ്ക്കുമ്പം ബി 0 ആയി. ഇവിടെ അങ്ങനെ ബി 0 ആവുമോ? ഇല്ല. ഇവിടെ ബിയും 2bയുമാണുള്ളത്. എ 0 ആവുമോ കുറച്ചാൽ? ഇല്ല. എയും 4aയും ആണുള്ളത്. അപ്പോൾ ഇത് കുറച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 0 ആക്കണം, എങ്കിലേ മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇതിനെയും എല്ലാത്തിനെയും ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ ചെയ്യാം. 4aയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2a, 2bയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ b അല്ലേ. 4a/2 4നെ 2 കൊണ്ട് ഹരിച്ച 2 അല്ലേ 2a. അതേപോലെ 2b/2 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലേ, അപ്പോൾ 1b ഈക്വൽ ടു 6നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് 6/2 3. ഇപ്പം നിങ്ങൾ നോക്കിക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷനിലും എ ഒരേപോലെയല്ല, ബി ഒരേപോലെയാണ് ആണല്ലോ. അപ്പം നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 കുറച്ചാൽ നമുക്ക് എയുടെ വില കിട്ടും. ആ എയുടെ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ ബിയും കിട്ടും. അപ്പോൾ ഇനി ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? 2a പ്ലസ് ബി ഈക്വൽ ടു 3 മൈനസ് ഇക്വേഷൻ നമ്പർ 1 എന്താണ്? a പ്ലസ് ബി ഈക്വൽ ടു 2. ഇപ്പം നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും ബി ഒരേപോലെയാണ്. അപ്പോൾ കുറയ്ക്കുമ്പോൾ ബി 0 ആകും, എയുടെ വില കിട്ടും. അപ്പോൾ ഈ എയുടെ വില ഏതെങ്കിലും ഒന്നിൽ കൊടുത്തിട്ട് ബിയും കണ്ടുപിടിക്കാം. 2aയിൽ നിന്ന് എ കുറച്ചാൽ എന്ത് വരും? എ. ഞാൻ നേരത്തെ പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ 1 a എന്നാണ് അർത്ഥം. a പ്ലസ് 0 ഈക്വൽ ടു 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പോൾ എ സമം നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി പുട്ട് എ ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1ൽ കൊടുക്കാം. ഇക്വേഷൻ 1 ഏതായിരുന്നു? എ പ്ലസ് ബി ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ എക്ക് 1 എന്ന് കൊടുത്താൽ എന്ത് വരും? 1 പ്ലസ് ബി ഈക്വൽ ടു 2. ബി സമം 2 പ്ലസ് 1 സമത്തിനിപ്പുറം വരുമ്പോൾ -1 ആകും. 2 മൈനസ് 1 1. അതായത് എയും 1 കിട്ടി, ബിയും 1 കിട്ടി, സി 0. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്തായിരുന്നു? ax² പ്ലസ് bx പ്ലസ് സി. എ 1 കിട്ടി, ബി 1 കിട്ടി, സി 0. അപ്പോൾ എക്ക് 1 കൊടുത്താൽ 1x² പ്ലസ് 1x പ്ലസ് സി 0 അല്ലേ. അപ്പോൾ എന്ത് വരും? 1x² എന്ന് പറഞ്ഞാൽ x² പ്ലസ് എക്സ്. അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ x² പ്ലസ് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 different second degree polynomial with p of 0 equal to 0 and p of 1 equal to 2. p of 0 0യും p of 1 2 ആകുന്ന തരത്തിലുള്ള 3 വ്യത്യസ്തമായ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതുക. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണ്? ax² പ്ലസ് bx പ്ലസ് സി. അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? p of x ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് സി. ഇവിടെ p of 0 0 ആണ്, p of 1 2 ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 വ്യത്യസ്തങ്ങളായ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ p of 0 സമയം എന്ത് വരും? തൊട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെ a ഇൻറ്റു 0² പ്ലസ് b ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ ഇതും 0 ആയിപ്പോയി, ഇതും 0 ആയിപ്പോയി അല്ലേ.
പി ഓഫ് 0 ഈക്വൽ ടു 0 എന്നല്ലേ തന്നത്. അപ്പം പി ഓഫ് 0 ഇതാണ്. ഇത് എന്താണ് 0 ആണ്. എ ഇൻറ്റു 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആയി, പ്ലസ് ബി ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ അതും 0 ആയി, ഈക്വൽ ടു പ്ലസ് സി ഈക്വൽ ടു 0. അതായത് സി സമയം എന്ത് കിട്ടി? 0 എന്ന് കിട്ടി ആണല്ലോ. പി ഓഫ് 0 ആണെന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ സി ആണ് അല്ലേ. ആ സി എന്താണ്? 0 ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പി ഓഫ് 1 ഈക്വൽ ടു 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പി ഓഫ് 1 എന്ത് വരും? എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഈക്വൽ ടു, അതാണ് പി ഓഫ് 1 ഇവിടെ കിട്ടുന്നത് അല്ലേ. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 സ്ക്വയർ 1 ആണ്, പ്ലസ് ബി സി എന്താണ്? 0 ആണ്, ഈക്വൽ ടു 2. അതായത് എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 2. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം കൃതി സമവാക്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ 1ഉം എ പ്ലസ് ബി 2 ആയിരിക്കണം. അപ്പം ബി 1ഉം ആകാമല്ലോ. ഇവിടെ എ പ്ലസ് ബി 2 കിട്ടും. പിന്നെ നമുക്ക് എയ്ക്ക് ഏത് വില കൊടുക്കാം? എയ്ക്ക് 3ഉം ബിക്ക് -1ഉം കൊടുത്തേ. അപ്പം നമുക്ക് എ പ്ലസ് ബി എന്ത് വരും? 3 പ്ലസ് -1. വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടുമ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അല്ലേ. അപ്പം 3ന് 1 കുറച്ച് 2, വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ്. പിന്നെ എയ്ക്ക് എന്ത് കൊടുക്കാം? 4 കൊടുത്തേ. അപ്പം ബി എന്ത് വരും? -2. നോക്കിക്കേ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 2 കിട്ടുന്നതാണോ എന്ന് നോക്കിയാൽ മതി. 4 പ്ലസ് -2, അപ്പോഴും എ പ്ലസ് ബി 2 ആണ്. അപ്പോൾ എ 1 ആകുമ്പോൾ ബി 1 ആകുമ്പോൾ എ പ്ലസ് ബി 2 ആണ്. എ 3ഉം ബി -1 ആകുമ്പോൾ എ പ്ലസ് ബി 2 ആണ്. എ 4ഉം ബി -2 ആണെങ്കിലും എ പ്ലസ് ബി 2 ആണ്. അപ്പോൾ എ 1ഉം ബി 1ഉം ആകുമ്പം പോളിനോമിയൽ എങ്ങനെ വരും? ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണ്? ax² പ്ലസ് bx പ്ലസ് സി. ഇവിടെ സി 0 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയൽ എ 1ഉം ബി 1ഉം ആയിട്ട് വരുമ്പോൾ ഇതെന്ത് വരും? എ 1 എന്ന് പറയുമ്പോൾ 1x² പ്ലസ് ബി 1x, സി 0 അല്ലേ, പ്ലസ് 0. അപ്പോൾ ഈ പോളിനോമിയലിനെ എങ്ങനെ എഴുതാം? x² പ്ലസ് എക്സ്, 1x² എന്ന് പറഞ്ഞാൽ x² ആണല്ലോ. പിന്നെ സി 0 ആയിപ്പോയില്ലേ. എങ്കിൽ ഈ പോളിനോമിയൽ എന്ത് വരും? എയുടെ സ്ഥാനത്ത് 3, 3x² പ്ലസ് ബിയുടെ സ്ഥാനത്ത് -1x, സി 0 ആണല്ലോ. അപ്പോൾ ഈ പോളിനോമിയൽ എന്ത് വരും? -3x² പ്ലസും മൈനസും കൂടി മൈനസ് ആവും, -x. പിന്നെ എ 4ഉം ബി -2 ആകുമ്പോൾ എന്ത് വരും? എ 4 ആകുമ്പോൾ 4x² പ്ലസ് ബി -2, -2x പ്ലസ് സി 0 ആണല്ലോ. അപ്പോൾ എന്ത് വരും? 4x² പ്ലസും മൈനസും -2x. അപ്പം നമുക്ക് 3 ഡിഫറൻറ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയില്ലേ?